നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ സൗദി ഏർപ്പെടുത്തിയ വിലക്ക് മൂലം പ്രവാസികൾ വലയുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് സൗദിയിലേക്ക് നേരിട്ട് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. അതിനാൽ തന്നെ വിലക്ക് ഏർപ്പെടുത്താത്ത രാജ്യങ്ങളിൽ 14 ദിവസം തങ്ങിയ ശേഷമാണ് സൗദിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ പ്രവാസികളെ ആകമാനം നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഒമാനിൽ 14 ദിവസത്തെ ക്വാറന്റീന് ശേഷം സൗദിയിലേക്ക് പോകാൻ ദുബായ് വഴിക്കുള്ള കണക്ഷൻ വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത മലയാളികൾ ദുബായ്, മസ്കറ്റ് വിമാനത്താവളങ്ങളിൽ കിടന്നത് 5 ദിവസമാണ്. കണ്ണൂർ സ്വദേശി സഫീറും കോഴിക്കോട് സ്വദേശി സുജനപാലുമാണ് കുറഞ്ഞ നിരക്കിൽ പോകാമെന്ന് മസ്കറ്റിൽ ട്രാവൽ ഏജൻസിയുടെ വാക്ക് വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് ദുരിതത്തിലായത്. ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയുള്ള സലാം എയർ വിമാനത്തിൽ ടിക്കറ്റ് എടുത്താണ് ഇരുവരും മസ്കറ്റിൽ നിന്ന് സൗദിയിലേക്ക് എത്തിച്ചേർന്നത്. 2 ആഴ്ചത്തെ മസ്കറ്റിലെ ക്വാറന്റീന് ശേഷം മാർച്ച് 13-നാണ് ഇരുവരും കണക്ഷൻ വിമാനത്തിൽ ദുബായിൽ എത്തിയത്. ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കായതിനാലാണ് ഇരുവരും ഫ്ലൈ ദുബായിയുടെ ടിക്കറ്റ് എടുത്തത്. എന്നാൽ ദുബായ് വിമാനത്താവളത്തിലെത്തി ഫ്ലൈ ദുബായിയുടെ ഗേറ്റിലെത്തിയപ്പോൾ സൗദിയിലേക്കുള്ള വിമാനത്തിൽ പോകാൻ കഴിയില്ലെന്ന് പറയുകയായിരുന്നു അധികൃതർ. അതേസമയം തങ്ങൾക്കൊപ്പം മസ്കറ്റിൽ നിന്നെത്തിയ 2 മലയാളികളെ കടത്തിവിട്ടതായും സഫീർ പറയുന്നു. യാത്ര നിഷേധിക്കപ്പെട്ടെങ്കിലും സഫീറിന്റെ വസ്ത്രങ്ങളടങ്ങിയ ലഗേജ് വിമാനത്തിൽ സൗദിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സുജനപാലിന്റെ കൈവശമുണ്ടായിരുന്ന ഹാൻഡ് ബാഗേജിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ദുബായ് വിമാനത്താവളത്തിലെ ലോഞ്ചിൽ 1 ദിവസം കഴിഞ്ഞ് ഇരുവരെയും തിങ്കളാഴ്ച പുലർച്ചെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരികെ എത്തിച്ചു. ഇതേ തുടർന്ന് സഫീറിന് മസ്കറ്റിലുള്ള ബന്ധുക്കളാണ് വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയതും വ്യാഴാഴ്ച രാത്രിയുള്ള സലാം എയറിൽ ടിക്കറ്റ് എടുത്ത് നൽകിയതും. ഇരുവരും വിമാനത്താവളത്തിനകത്ത് നിന്ന് വീണ്ടും PCR പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്തു. പുതിയ വിമാന ടിക്കറ്റും PCR പരിശോധനയ്ക്കുമായി നല്ല തുകയാണ് ഇരുവർക്കും ചെലവായത്. കണക്ഷൻ വിമാനത്തിന് ടിക്കറ്റ് എടുക്കുന്ന പക്ഷം ഇത്തരത്തിൽ യാത്ര നിഷേധിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.